ഹായ്. ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത്? ചെറുത്തുനിൽപ്പും അധിനിവേശം. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അതിലോട്ട് തന്നെ പോവുകയാണ്. 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്. അതിന് ഞാൻ ജസ്റ്റ് ഇതിനകത്തുള്ള വൺ വേർഡ് വർഷങ്ങൾ അത് മാത്രം പറയുകയാണ്. 1601 ഏപ്രിൽ 1 നമ്മൾ പറഞ്ഞു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇൻഡീസിലോട്ട് പോയത് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടാം തവണ ഇവർ വന്നത് എപ്പോഴാണ്? ഇങ്ങോട്ട് വന്നത് 1604. പിന്നെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത വർഷം 1453. പിന്നെ ഗാമ ഇന്ത്യയിലെത്തിയത് 1498. ഓക്കെ. പിന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1600. പ്ലാസി യുദ്ധം 1757. 2 ഉണ്ട്, 1757. പിന്നെ ബാറ്റിൽ ഓഫ് ബക്സാർ യുദ്ധം നടന്നത് 1764. പിന്നെ മദ്രാസ് തുറമുഖ ചുങ്കം 1639. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ചാൾസ് സെക്കൻഡും കാതറിനും വിവാഹം കഴിച്ചു. അപ്പോൾ അവർക്ക് സ്ത്രീധനമായിട്ട് ബോംബെ കൊടുത്തു അല്ലേ. അത് 1662. പിന്നെ വില്യം കോട്ട പിടിച്ചെടുത്ത് 1698. ഈ വില്യം കോട്ട തന്നെയാണ് പിൽക്കാലത്ത് എന്തെന്നറിയപ്പെടുന്നത്? കൊൽക്കത്ത എന്നറിയപ്പെടുന്നത്. പിന്നെ ഹൈദരലി മരിച്ചത് 1782. ഹൈദരലി ആരാണ്? ടിപ്പു സുൽത്താൻ്റെ അച്ഛനാണല്ലേ. പിന്നെ ടിപ്പു സുൽത്താൻ മരിച്ചത് 4ാം മൈസൂർ യുദ്ധത്തിലാണ്, 1799. പിന്നെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ സെമീന്ദാർമാരാണ് പിരിച്ചിരുന്നത്, 1793. പിന്നെ റേറ്റ് വാരി അതിനകത്ത് ഒരു പ്രാസം എടുത്ത് തോമസ് മൺറോയും അലക്സാണ്ടർ അവരാണ് റേറ്റ് വാരി സമ്പ്രദായം കൊണ്ടുവന്നത്, 1820. പിന്നെ മഹൽവാരി 1822. ഈ റൈറ്റ് വാരിയുടെ ആഫ്റ്റർ 2 years. ഓക്കെ, അത് മക്കൻസിയാണ് കൊണ്ടുവന്നത്. പിന്നെ സന്യാസി കലാപം 1773. വന്ദേ മാതരം ആനന്ദമഠത്തിൽ നിന്നാണ് എടുത്തതെന്ന് നമുക്കറിയാം, 1882. പിന്നെ നീലം കർഷക കലാപം 1859. നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് 1859. അതിൻ്റെ 2 years later നീലം കർഷക 1859. പിന്നെ മുണ്ട കലാപം ബിർസ മുണ്ടയ്ക്ക് നേതൃത്വം കൊടുത്തത് November 15 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബിർസ മുണ്ടയുടെ ഓർമ്മയാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത് 1899. ഇതുപോലെ ഒരു 99-നാണ് ടിപ്പു സുൽത്താൻ മരിച്ചത്, 1799. നെക്സ്റ്റ് ഒരു 100 വർഷം കഴിഞ്ഞ് 1899 നീലം കർഷക സമരം. പിന്നെ സാന്താൾ കലാപം 1855. പിന്നെ മുണ്ട സായുധ കലാപം 1899 നമ്മൾ പറഞ്ഞു. പിന്നെ ആറ്റിങ്ങൽ കലാപം നമുക്കറിയാം 1721. അഞ്ചുതെങ്ങ് കലാപം 1697 ജനിച്ചവരൊക്കെ ഓർത്ത് വെച്ചാൽ അഞ്ചുതെങ്ങ് കലാപമാണ്. പിന്നെ വെല്ലൂർ കലാപം നമ്മൾ പറഞ്ഞു, അത് തമിഴ്നാട്ടിൽ ആദ്യം നടന്നതാണ് അല്ലേ. തമിഴ്നാട്ടിൽ നടന്നത് ഇതിനു വേണ്ടിയിട്ട് അവിടുത്തെ സൈനികരുടെ വസ്ത്രധാരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് വെല്ലൂർ കലാപം നടന്നത്, 1806. പിന്നെ കിട്ടൂർ ചെന്നമ്മ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ശിവലിംഗ ദേശായിയുടെ ഭാര്യയായിരുന്നു. ദത്താവകാശ നിയമപ്രകാരം പുതിയൊരു കുട്ടിയെ ദത്തെടുക്കാൻ ബ്രിട്ടീഷുകാർ സമ്മതിച്ചില്ല. അപ്പോൾ അതിനെതിരെ സമരം നടത്തി മരിച്ചു അല്ലേ. അതെന്നാണ് മരിച്ചത്? 1829 വയസ്സിലൊക്കെ മരിച്ചു എന്ന് ജസ്റ്റ് ഓർത്ത് വെച്ച് നമുക്ക് 29 കിട്ടിയാൽ 800 വെച്ച് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫിലിമാണ് 1857. അതാണ് ഫിലിമിൻ്റെ പേര്. അത് മോഹൻ സിഹെ എന്നയാൾ സംവിധാനം ചെയ്തതാണ്. പിന്നെ കേദാൻ മെഹ്തയുടെ MB ദ റൈസിംഗ്. പിന്നെ ക്രിഷ് ഝാൻസി റാണി എന്ന് പറഞ്ഞ ഇപ്പം മണികർണിക ക്രിഷ എന്ന് പറഞ്ഞിട്ടൊരാളാണ്. പിന്നെ മഹാശ്വേത ദേവിയുടെ ഝാൻസി
മലയാറ്റൂർ രാമവർമ്മയുടെ അമൃതം തേടി. പിന്നെ നമുക്കറിയാം ഈ നീലം കർഷക സമരത്തിൻ്റെ നേതാക്കൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് നമുക്ക് 2 പേരെ പഠിക്കാനുണ്ട്. അവർ വിശ്വാസ് ദിഗംബരും വിശ്വാസാണ്. പിന്നെ മഞ്ജു ഭവാനി സന്യാസി കലാപത്തിൻ്റെ ആൾക്കാരാണ്. മഞ്ജു ഭവാനി 1773 ഞാൻ ജസ്റ്റ് റിവിഷൻ മാത്രമാണ് ഇതിൽ നടത്തിയത്. അപ്പം ആ ഒരു ചാപ്റ്ററിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് ആ റിവിഷൻ. അടുത്ത ചാപ്റ്റർ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. അത് നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്ലാസ്.